ഇന്ന് നമുക്ക് സൂര്യയും ഇന്ദ്രൻസും ആർ ജെ ബാലാജിയും തൃഷയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കറുപ്പ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? കഥ തുടങ്ങുമ്പോൾ ബിനു എന്ന പെൺകുട്ടിയും അവളുടെ അച്ഛനും കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തുകയാണ്. ചെന്നൈയിലെത്തിയത് ഒരാവശ്യത്തിനാ. എന്നാൽ അവർ ഓട്ടോ പിടിച്ചു പോകുവാനായി നിൽക്കുന്ന സമയമായിരുന്നു രണ്ടുപേർ വന്നിട്ട് ബിനുവിന്റെ കഴുത്തിൽ കിടന്ന ചെയിനും അവളുടെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. അവരൊരുപാട് പിറകെ പോകുവാനായി ശ്രമിക്കുന്നു, പക്ഷേ നടക്കുന്നതേയില്ല. ആ ഒരു ഏരിയയിൽ മോഷണമൊക്കെ പതിവാണ്. അതുകൊണ്ട് തന്നെ ബിനുവും അച്ഛനും നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. സ്റ്റേഷനിലെത്തി കംപ്ലൈന്റ് കൊടുക്കുന്നു. തന്റെ മകളുടെ കഴുത്തിൽ കിടന്ന ചെയിനും തന്റെ ബാഗിലുണ്ടായിരുന്ന 60 പവൻ സ്വർണവുമാണ് മോഷണം പോയതെന്നും ബിനുവിന്റെ അച്ഛൻ സ്റ്റേഷനിൽ വന്ന് പറയുന്നു. അത് കേൾക്കുന്നതും പോലീസുകാർ ഞെട്ടിപ്പോവുകയാണ്. 60 പവൻ സ്വർണം ആരെങ്കിലും കയ്യിൽ കൊണ്ട് നടക്കുമോ? നിങ്ങൾക്കെന്താ വട്ടാണോ എന്നുള്ള നിലയിലാണ് പോലീസുകാർ ചോദിക്കുന്നത്. അപ്പോഴാണ് ബിനുവിന്റെ അച്ഛൻ മറ്റൊരു കാര്യം പറയുന്നത്. ബിനുവിന് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ചെന്നൈയിലേക്ക് വന്നിരിക്കുന്നത്. ബിനുവിന്റെ ലിവർ ഫെയിലിയർ ആയിരിക്കുകയാണ്. എത്രയും വേഗം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടത്തണം. അതിന് ഏകദേശം 25 മുതൽ 30 ലക്ഷം രൂപ വരെയാകും. അതിനു വേണ്ടിയിട്ടാണ് സ്വർണവുമായിട്ട് തങ്ങൾ ചെന്നൈയിലേക്ക് വന്നിരിക്കുന്നത്. ഈ സ്വർണം വിറ്റിട്ട് വേണം മകളുടെ ഓപ്പറേഷൻ നടത്താനെന്നും ബിനുവിന്റെ അച്ഛൻ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ കുറച്ച് മോഷ്ടാക്കളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവരിൽ ആരാണ് നിങ്ങളുടെ സ്വർണം മോഷിച്ചു കൊണ്ടുപോയതെന്ന് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് ബിനുവിനോടും അച്ഛനോടും പറയുന്നു. പക്ഷേ വന്നവരൊക്കെ മുഖംമൂടി ധരിച്ചതുകൊണ്ട് ആരെയും തന്നെ അവർക്ക് മനസ്സിലായതേയില്ല. എന്നാൽ ഒടുവിൽ പോലീസിന്റെ അടികൊണ്ട് അവശരായ രണ്ടുപേരാണെങ്കിലോ ഞങ്ങളാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നു. ഞങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞ് അവർ ബിനുവിന്റെ അച്ഛന്റെ കാലിൽ വീണ് കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കേസൊന്നും ആകുന്നില്ല. സ്വർണം കിട്ടിയത് കൊണ്ട് തന്നെ സമാധാനത്തിൽ തന്റെ സ്വർണമെല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ് ബിനുവിന്റെ അച്ഛൻ. അപ്പോഴാണ് അതിൽ 15 പവൻ കുറവുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. ഇതിൽ 15 പവൻ കുറവുണ്ടല്ലോ, ആകെ 45 പവനല്ലേ ഉള്ളൂ, 60 പവൻ ഉള്ളതാണെന്നുള്ള കാര്യം ബിനുവിന്റെ അച്ഛൻ പറയുമ്പോഴോ അവിടെ ഉണ്ടായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥ വഴക്ക് പറയുകയാണ്. 45 പവനെങ്കിലും തിരിച്ചു കിട്ടിയില്ലേ, ബാക്കി 15 പവൻ അവന്മാർ ചിലവാക്കിയതാണെന്ന് ആ ഒരു ഇൻസ്പെക്ടർ പറയുന്നു. സത്യത്തിൽ ആ ഒരു 15 പവൻ ഇൻസ്പെക്ടറൊക്കെ ചേർന്ന് മാറ്റിയതാണ്. ബാക്കിയുള്ള 45 പവൻ കോടതി മുഖേന വാങ്ങിയാൽ മതിയെന്ന് ആ ഒരു ഇൻസ്പെക്ടർ പറയുന്നു. സ്വർണം തിരിച്ചു കിട്ടിയില്ലേ, തനിക്കത് തിരികെ തന്നൂടെ എന്ന് ബിനുവിന്റെ അച്ഛൻ ചോദിച്ചിട്ടും അതൊന്നും കേൾക്കുവാനായിട്ട് ഇൻസ്പെക്ടർ കൂട്ടാക്കിയതേയില്ല. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന കോൺസ്റ്റബിൾ ആണെങ്കിലോ ബേബി കണ്ണൻ എന്നൊരു വക്കീലുണ്ട്. അദ്ദേഹം നല്ല വക്കീലാണ്. അദ്ദേഹത്തെ പോയി കാണൂ എന്ന് പറഞ്ഞിട്ട് ബേബി കണ്ണന്റെ വിസിറ്റിംഗ് കാർഡും കൊടുക്കുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി കോർട്ടാണ് കാണിക്കുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ശങ്കറിന്റെ കേസ് വാദിക്കുവാനായിട്ട് ഹാജരായിരിക്കുന്നത് പ്രീതി എന്ന വക്കീലാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ശങ്കറിന്റെ കേസ് എന്തെന്നാൽ ഇവർ രണ്ടുപേരും ചേർന്ന് ഇവരുടെ വസ്തുവാണെങ്കിലോ സ്റ്റോൺ ബ്രദേഴ്സിന് ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങുവാനായി കൊടുത്തു. ലീസിനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ലീസിന്റെ കാലാവധി കഴിഞ്ഞതും അവർ അവിടെ നിന്ന് മാറിയില്ല. അവർ ഈ ഒരു ഫാക്ടറി കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വസ്തു തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ സ്റ്റോൺ ബ്രദേഴ്സ് ആണെങ്കിലോ ശങ്കരനാണെങ്കിലോ ആളിനെ വിട്ട് ഞങ്ങളെ തല്ലിച്ചു എന്ന് പറഞ്ഞ് കയ്യിലും തലയിലുമൊക്കെ കെട്ടുമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. എന്നാൽ പ്രീതിയാണെങ്കിലോ അത് ഫേക്ക് ആണെന്ന് തെളിയിക്കുകയാണ്. അവർ എങ്ങനെയെങ്കിലും കേസ് ജയിക്കുവാൻ വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ട് ഇതെല്ലാം ചെയ്തതാണെന്ന് പ്രീതി തെളിയിക്കുന്നു. അതേസമയം സ്റ്റോൺ ബ്രദേഴ്സിന് വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്നത് ബേബി കണ്ണനാണ്. ബേബി കണ്ണനാണെങ്കിൽ തന്റെ ആർഗ്യുമെന്റ്സ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ആക്കി ജഡ്ജിക്ക് മുന്നിലേക്ക് കൊടുക്കുന്നു. 5-ാം നമ്പർ പേജിൽ തനിക്ക് പറയാനുള്ള മെയിൻ പോയിന്റ്സ് ഉണ്ടെന്നും ബേബി കണ്ണൻ പറയുന്നു. ആ ഒരു 5-ാമത്തെ പേജിൽ ജഡ്ജിയെ സ്വാധീനിക്കുകയാണ് ബേബി കണ്ണൻ ചെയ്തത്. ജഡ്ജിക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കാമെന്നുള്ള വാഗ്ദാനമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതോടുകൂടി ബേബി കണ്ണൻ വാദിക്കുന്നത് ശരിയാണെന്നും സ്റ്റോൺ ബ്രദേഴ്സ് നിരപരാധികളാണെന്നും ജഡ്ജി വിധിച്ചു. ഇതെങ്ങനെ സംഭവിക്കും, ഇതെല്ലാം താൻ തെറ്റാണെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞില്ലേ എന്ന് പ്രീതി പറയുമ്പോഴും അതൊന്നും കേൾക്കുവാനായിട്ട് ജഡ്ജി കൂട്ടാക്കുന്നതേയില്ല. നീതി കിട്ടേണ്ടത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ശങ്കരനായിരുന്നു. എന്നാൽ കോടതി വിധിക്കുന്നത് നഷ്ടപരിഹാരമായിട്ട് സ്റ്റോൺ ബ്രദേഴ്സിന് 1 ലക്ഷം രൂപ കൊടുക്കണമെന്നും ഇനി ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അനുവാദമില്ലാതെ പോകാൻ പാടില്ല എന്നതുമായിരുന്നു. നീതി നിഷേധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ കോർട്ടിൽ നിന്ന് കരയുകയാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ശങ്കരൻ. ഇത് കണ്ട് പ്രീതിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഇത് എന്റെ കോടതിയാണ്, ഞാൻ വിചാരിക്കുന്നതേ ഇവിടെ നടക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ബേബി കണ്ണൻ ഇറങ്ങിപ്പോകുന്നത്. പ്രീതിക്കാണെങ്കിലോ ആകെ ദേഷ്യം. അതേ സമയത്തായിരുന്നു ബിനുവിനെയും കൂട്ടി അച്ഛനായ സുകുമാരൻ കോടതിയിലേക്ക് എത്തുന്നത്. അതേസമയം കോടതിക്കടുത്തായിട്ട് കറുപ്പുസ്വാമിയുടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് കുറെ പേരാണെങ്കിലോ മുളകിടിക്കുകയും ആ ഒരു മുളകിടിച്ച് അരച്ചതിനു ശേഷം അത് കറുപ്പുസ്വാമിയുടെ മുഖത്ത് വാരി പൊത്തുന്നതും സുകുമാരൻ
സുകുമാരൻ കാണുന്നു. ഇതെന്താ പ്രത്യേകത, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് ഏത് ദൈവമാണെന്നൊക്കെ സുകുമാരൻ അവിടെയുണ്ടായിരുന്ന പൂജാരിയോട് ചോദിക്കുന്നു. ഇത് കറുപ്പുസ്വാമിയുടെ അമ്പലമാണ്. ഇവിടെയുള്ളവരെ എല്ലാവരെയും കാത്തു രക്ഷിക്കുന്നത് കറുപ്പുസ്വാമിയാണ്. നീതി കിട്ടാത്തവരൊക്കെ കറുപ്പുസ്വാമിയുടെ അമ്പലത്തിൽ വന്ന് മുളകിടിച്ച് ആധാരിച്ച് കറുപ്പുസ്വാമിയുടെ മുഖത്ത് തേച്ചു കഴിഞ്ഞാൽ നീതി കിട്ടുമെന്നാണ് ഇവിടുത്തെ ആചാരമെന്നുള്ള കാര്യവും പൂജാരി പറയുന്നു. അതെല്ലാം ശ്രദ്ധിച്ച സുകുമാരനാണെങ്കിൽ നേരെ പോകുന്നത് ബേബി കണ്ണനെ കാണുവാൻ വേണ്ടിയിട്ടും തന്റെ ആവശ്യമെല്ലാം ബേബി കണ്ണനോട് പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ സ്വർണം ഞാൻ വാങ്ങിത്തരും, എന്നെ വിശ്വസിക്കുന്നു ബേബി കണ്ണൻ പറയുന്നു. ബേബി കണ്ണൻ പറയുന്നതെല്ലാം സുകുമാരനും മകളായ ബിനുവും വിശ്വസിച്ചു. അങ്ങനെ അവരുടെ കേസ് കോടതിയിലേക്ക് എത്തുകയാണ്. അന്നേ ദിവസം പോലീസുകാർ ഹാജരാകണം. പക്ഷേ പോലീസ് ഹാജരായില്ല. എന്നാൽ ജഡ്ജ് സുകുമാരന്റെ കേസ് അടുത്ത മാസം 21 തീയതിയിലേക്ക് മാറ്റുന്നു. അടുത്ത മാസം കേസുള്ളത് കൊണ്ട് തന്നെ സുകുമാരന്റെ മകളും അടുത്തൊരു ലോഡ്ജെടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ അടുത്ത മാസം 21 തീയതിയായി. രാവിലെ തന്നെ അച്ഛനും മകളും കോടതിയിലേക്കും എത്തുന്നു. അന്നും പോലീസ് ഹാജരായില്ല. അതുകൊണ്ട് തന്നെ അതിനടുത്ത മാസത്തേക്കും കേസ് നീട്ടിവെക്കുകയാണ്. അന്നേ ദിവസം സുകുമാരന്റെ കാശിനാണ് ബേബി കണ്ണനും ബേബി കണ്ണന്റെ ജൂനിയർ വക്കീലന്മാരും ഫുഡൊക്കെ കഴിക്കുന്നത്. മാത്രവുമല്ല 10,000 രൂപ ഫീസായിട്ടും വാങ്ങുന്നുണ്ട്. അതെല്ലാം ബിനു ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം സുകുമാരൻ ഞങ്ങളുടെ കൈവശം 60 പവനുണ്ടായിരുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നും 45 പവനാണ് തിരിച്ചു കിട്ടിയത്. 15 പവൻ കള്ളന്മാർ കൊണ്ടുപോയെന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നെന്നുള്ള കാര്യം സുകുമാരൻ പറയുന്നു. അത് പോലീസുകാർ മാറ്റിയതാണെന്നുള്ള കാര്യം ബേബി കണ്ണന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബേബി കണ്ണൻ നേരെ സ്റ്റേഷനിലേക്ക് വിളിക്കും. എന്നാൽ ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ പറയുന്നത് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ എന്നായിരുന്നു. അത് കേട്ടതും ബേബി കണ്ണന്റെ ഈഗോ ഇളവി. ബേബി കണ്ണൻ തന്റെ കൂട്ടാളികളെ എല്ലാവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വലിയൊരു പ്രശ്നമുണ്ടാക്കിക്കുകയാണ്. ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിലോ 15 പവൻ അടിച്ചു മാറ്റി എന്നൊക്കെയുള്ള രീതിയിൽ വലുതായിട്ട് വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം കേട്ട് നാണം കെടുന്ന ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിലോ ബേബി കണ്ണനെ സംസാരിക്കുവാനായിട്ട് അകത്തേക്കും വിളിക്കുന്നു. ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്നും ഇൻസ്പെക്ടർ ആവശ്യപ്പെടും. ആ ഒരു 15 പവൻ എവിടെയെന്ന് ബേബി കണ്ണൻ ചോദിക്കുമ്പോൾ മാറ്റിവെച്ചിരുന്ന 15 പവൻ ഇൻസ്പെക്ടർ ബേബി കണ്ണനെ ഏൽപ്പിക്കുന്നു. എന്നാൽ ബേബി കണ്ണനാണെങ്കിലോ ഇവർക്ക് കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടായില്ലേ, അതുകൊണ്ട് അതിന് പകരം കാശ് നിങ്ങൾ തരണമെന്നും ബേബി കണ്ണൻ പോലീസ് ഇൻസ്പെക്ടറിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവരാണെങ്കിലോ കുറച്ച് കാശ് ബേബി കണ്ണന് കൊടുക്കുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു കാശുമായിട്ട് പുറത്തേക്ക് വരികയാണ് ബേബി കണ്ണൻ. പക്ഷേ നൈസായിട്ട് ആ ഒരു 15 പവൻ ബേബി കണ്ണൻ തന്റെ പോക്കറ്റിലേക്കും വെക്കുന്നുണ്ട്. 15 പവൻ തിരികെ കിട്ടിയില്ല. അതാ കള്ളന്മാർ കൊണ്ടുപോയതാ. പക്ഷേ നഷ്ടപരിഹാരമായിട്ട് ഏകദേശം ഒരു 3 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ഇത് മതിയല്ലോ നിങ്ങൾക്ക് എന്നുള്ള കാര്യം ബേബി കണ്ണൻ സുകുമാരനോട് പറയുന്നു. മാത്രവുമല്ല തന്റെ കൂടെ ഒരുപാട് പേർ വന്നിട്ടുണ്ട്. ഒരാവശ്യമെന്ന് വിളിച്ചപ്പോൾ ഇത്രയും പേർ വന്നില്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, ഈ കാശ് ഞാൻ എടുക്കുകയാന്ന് പറഞ്ഞ് ബേബി കണ്ണൻ സുകുമാരന്റെ കയ്യിൽ നിന്നും കൊടുത്ത കാശ് തിരികെ വാങ്ങുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത മാസവും കേസ് കോടതിയിലേക്ക് വിളിക്കുക. പക്ഷെ അന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരായില്ല. കാരണം ഈ ബേബി കണ്ണൻ തന്നെയാണ്. ബേബി കണ്ണൻ പോലീസ് ഉദ്യോഗസ്ഥരെ ആരെയും തന്നെ കോടതിയിലേക്ക് വരുത്തില്ല. കാരണം അതിനു മുൻപേ അവർക്ക് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പറയുമ്പോൾ മാത്രം കോടതിയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവർക്ക് കാശ് ഏൽപ്പിച്ചിട്ടാണ് ബേബി കണ്ണന്റെ അസിസ്റ്റന്റ് പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് പോലീസുകാർ ആരും തന്നെ ഒരു ഹിയറിംഗിലും കോടതിയിലേക്ക് എത്താത്തത്. ഇതൊക്കെ ബേബി കണ്ണന്റെ ഒരു ട്രിക്കാണെന്നേ. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ബിനുവിന്റെ കാര്യം ആലോചിച്ച് സുകുമാരൻ ആകെ ടെൻഷൻ. എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണം. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബിനു രക്തം ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അതിന്റെ ടെൻഷനായിരുന്നു സുകുമാരന്. എന്നാൽ ഓരോ ഹിയറിംഗിലും പോലീസുകാർ വരില്ല, സ്വർണം കിട്ടുന്നില്ല. അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ബിനുവിന് ആകെ ടെൻഷൻ. വക്കീലന്മാരെല്ലാവരും ഫുഡ് കഴിക്കും, ഇവരെ കൊണ്ട് കാശ് കൊടുപ്പിക്കും. അങ്ങനെ ഒരുപാട് കാശ് ഇവർക്ക് ചിലവായി. നാളെ അടുത്ത ഹിയറിംഗ് അല്ലേ, നാളെ എന്തായാലും സ്വർണം കിട്ടും, മോളുടെ ഓപ്പറേഷന് നന്നായിട്ട് നടക്കുമെന്ന് സുകുമാരൻ പറയുമ്പോഴോ കിട്ടാൻ പോണില്ല. അച്ഛൻ എന്താ കരുതിയിരിക്കുന്നത്, നമുക്ക് നമ്മുടെ സ്വർണം തിരികെ കിട്ടുമെന്നോ? അതൊരിക്കലും കിട്ടില്ല. അവർ നമ്മളെ ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ട് പോകുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് കാശൊപ്പിക്കുവാൻ വേണ്ടി മാത്രമാ. അച്ഛൻ ഇതുവരെയായിട്ടും അത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ബിനു ദേഷ്യപ്പെടുന്നു. ബിനുവിന് ആകെ മടുത്ത അവസ്ഥയാണ്. പക്ഷെ എന്നാലും സുകുമാരന്റെ മനസ്സിൽ നാളെ സ്വർണം കിട്ടുമെന്ന പ്രതീക്ഷയാണ്. നാളെ അടുത്ത ഹിയറിംഗ് ആയതുകൊണ്ട് തന്നെ സുകുമാരൻ അടുത്ത ദിവസം തന്നെ കോടതിയിലേക്കും എത്തുന്നു. അന്നേ ദിവസം പോലീസുകാരും ഹാജരായിട്ടുണ്ട്. എല്ലാ ഡോക്യുമെന്റ്സും റെഡി ആയിട്ടുണ്ട്. സ്വർണവും കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സുകുമാരൻ ആകെ സന്തോഷം. വിധി പറയുന്ന അതേ സമയമായിരുന്നു ജഡ്ജി എന്തോ അത്യാവശ്യമെന്ന് പറഞ്ഞ് പോകാൻ ഇറങ്ങുന്നത്. അതെല്ലാം അവരുടെയൊക്കെ പ്ലാനായിരുന്നു. അത് കാണുന്ന സുകുമാരൻ, സാർ എന്റെ സ്വർണം തന്നിട്ട് എവിടെ വേണമെങ്കിലും പൊക്കിയോ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു ജഡ്ജിയും ബേബി കണ്ണന്റെ ആളാണ്. ബേബി കണ്ണൻ എന്ത് പറയുന്നോ അത് കണക്ക് മാത്രമേ ജഡ്ജിയും തുള്ളുകയുള്ളൂ. അങ്ങനെ ജഡ്ജിയാണ്
ആണെങ്കിലോ സുകുമാരനെ ഒന്ന് ഉഴപ്പിച്ചു നോക്കിയിട്ട് ബേബി കണ്ണനെയും ഒന്ന് ഉഴപ്പിച്ചു നോക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. സുകുമാരൻ കോർട്ടിൽ അങ്ങനെ പെരുമാറിയതിന് ജഡ്ജി ബേബി കണ്ണനെ ഒരുപാട് വഴക്ക് പറയുന്നു. ബേബി കണ്ണനാണെങ്കിലോ നേരെ സുകുമാരന്റെ അടുത്തേക്ക് എത്തുകയാണ്. സുകുമാരനെ ഒരുപാട് വഴക്ക് പറയും. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറിയത്, അതുകൊണ്ട് ജഡ്ജിയുടെ മുന്നിൽ ഞാനാ നാണം കെട്ടതെന്നൊക്കെ ബേബി കണ്ണൻ പറയുന്നു. എന്നാൽ അത് കേട്ട് ദേഷ്യം വരുന്ന സുകുമാരൻ പറയുന്നത്, എത്ര നാളായി നിങ്ങൾ ഇങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു, ഞങ്ങളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങാനല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാമെന്നുള്ള രീതിയിലൊക്കെ സുകുമാരൻ സംസാരിക്കും. അത് കേട്ട് ബേബി കണ്ണന്റെ കൂട്ടാളിക്ക് ദേഷ്യം വരികയും സുകുമാരനെ തല്ലുകയും ചെയ്യുന്നു. ഇനി നീ ആ സ്വർണം എങ്ങനെ വാങ്ങുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ബേബി കണ്ണൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി മനസ്സ് തകർന്നു പോയ സുകുമാരനാണെങ്കിൽ ആ ഒരു കറുപ്പുസ്വാമിയുടെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. കോടതിക്ക് തൊട്ടടുത്തായിട്ടാണ് ആ ഒരു അമ്പലമുള്ളത്. അവിടെ ഇരുന്ന് സുകുമാരൻ പൊട്ടിക്കരയുന്നു. മാത്രവുമല്ല അവിടെ ഉണ്ടായിരുന്ന സ്വാമി പറഞ്ഞ കാര്യങ്ങളെല്ലാം സുകുമാരൻ ഓർക്കുകയാണ്. പതിയെ എഴുന്നേറ്റ് സുകുമാരൻ നേരെ കറുപ്പുസ്വാമിയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മുളകിടിക്കുവാനായും തുടങ്ങി. കരഞ്ഞുകൊണ്ടാണ് സുകുമാരൻ അതൊക്കെ ചെയ്യുന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ മുളകെല്ലാം വാരി കറുപ്പുസ്വാമിയുടെ വിഗ്രഹത്തിൽ പൊത്തുന്നു. എന്നിട്ട് ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി പൊട്ടി പൊട്ടി കരയുകയാണ് സുകുമാരൻ. സുകുമാരന്റെ ഓരോ തുള്ളി കണ്ണീരും കറുപ്പുസ്വാമിയുടെ വിഗ്രഹത്തിന് മുന്നിലാണ് വന്ന് വീഴുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി ബേബി കണ്ണനെയാണ് കാണിക്കുന്നത്. ബേബി കണ്ണൻ സ്റ്റോൺ ബ്രദേഴ്സിനെ സഹായിച്ചത് കൊണ്ട് തന്നെ സ്റ്റോൺ ബ്രദേഴ്സ് ബേബി കണ്ണന് വേണ്ടിയിട്ട് ഒരു പാർട്ടി വെച്ചിരിക്കുകയാണ്. പാർട്ടിക്കിടയിൽ അവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബോധമില്ലാതെ നിൽക്കുകയാണ്. അതേസമയം അവിടേക്ക് കറുപ്പുസ്വാമി എത്തുന്നു. കറുപ്പുസ്വാമി വല്ലാതെ കോപത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അടിച്ച് നുറുക്കുകയാണ്. അതിനുശേഷം ബേബി കണ്ണൻ അടുത്തേക്ക് എത്തുന്നു. ബേബി കണ്ണനെ നരകം കാണിക്കുകയാണ് കറുപ്പുസ്വാമി. പക്ഷേ വന്നിരിക്കുന്നത് കറുപ്പുസ്വാമിയാണെന്നുള്ള കാര്യമൊന്നും ബേബി കണ്ണൻ അറിയത്തില്ല. ലഹരി ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ബേബി കണ്ണൻ വേറെ ഏതോ ലോകത്താണെന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ അതേസമയം കറുപ്പുസ്വാമി തന്റെ യഥാർത്ഥ രൂപം ബേബി കണ്ണന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ബേബി കണ്ണൻ അത് വന്നിരിക്കുന്നത് കറുപ്പുസ്വാമിയാണെന്ന് വിശ്വസിക്കുന്നതും. മാത്രവുമല്ല ബേബി കണ്ണനെ തലകീഴായിട്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അടിയിൽ തീയും കൂട്ടിയിട്ടിരിക്കുകയാണ്. ചൂടടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ബേബി കണ്ണൻ ഇരിക്കുന്നതും. ബേബി കണ്ണനോട് കറുപ്പുസ്വാമി പറയുന്നുണ്ട് സുകുമാരന്റെ സ്വർണം കൃത്യമായി വാങ്ങിക്കൊടുക്കണമെന്ന്. നേരായ വഴിയിൽ കൂടി വേണം സ്വർണം വാങ്ങി കൊടുക്കാനെന്ന് കറുപ്പുസ്വാമി പറയുന്നു. അതിനു മറുപടി ബേബി കണ്ണൻ പറയുന്നത് അതൊരിക്കലും നടക്കില്ല. പലർക്കും കൈക്കൂലി കൊടുത്താണ് ഞാൻ ഓരോ കേസും ജയിക്കുന്നത്. അതല്ലാതെ അവിടെ ഒരു കാര്യവും നടക്കില്ല. ഒരുപാട് കേസുകൾ ഇതുപോലെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് പെൻഡിംഗ് ആയി വർഷങ്ങളായിട്ട് കോടതിയിൽ കിടക്കുന്നുണ്ടെന്നും ബേബി കണ്ണൻ പറയുന്നു. മാത്രമല്ല ബേബി കണ്ണൻ ഒരു കാര്യം കൂടി കറുപ്പുസ്വാമിയോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നേരായിട്ടുള്ള വഴിയിലൂടെ നിങ്ങൾ മനുഷ്യനായി വന്നിട്ട് സുകുമാരന് സ്വർണം വാങ്ങി കൊടുക്കുന്നുള്ള കാര്യം കറുപ്പുസ്വാമിയോട് ബേബി കണ്ണൻ പറയുന്നു. അത് കേട്ട കറുപ്പുസ്വാമിയാണെങ്കിലോ അതൊരു വാശിയായി സ്വീകരിക്കുകയാണ്. മനുഷ്യനായി വന്ന് സുകുമാരന് നീതി വാങ്ങി കൊടുക്കണമെന്നും കറുപ്പുസ്വാമി തീരുമാനിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം കറുപ്പുസ്വാമി ശരവണൻ എന്ന പേരിൽ ഒരു വക്കീലായിട്ട് മനുഷ്യരൂപത്തിൽ കോടതിയിലേക്ക് എത്തുകയാണ്. ആർക്കും തന്നെ ശരവണനെ അറിയതേയില്ല. ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ബേബി കണ്ണന് കൃത്യമായിട്ട് അറിയാം വന്നിരിക്കുന്നത് കറുപ്പുസ്വാമിയാണെന്ന്. അങ്ങനെ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് വക്കീലന്മാർ അവരുടെ പെറ്റീഷൻ ആണെങ്കിൽ കോടതിയിൽ കൊടുക്കുവാനായിട്ട് ഉന്തും തള്ളും നടക്കുകയാണ്. അതിനിടയിൽ പകച്ചു നിൽക്കുകയായിരുന്ന ശരവണനടുത്തേക്ക് ഒരു വക്കീൽ വരുന്നു. അവരാണെങ്കിലോ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, വാ വന്ന് നമുക്ക് പെറ്റീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ശരവണന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്നു. ഒരു ചേച്ചി അനുജനെ കൊണ്ടുപോകുന്നത് പോലെയാണ് അവർ ശരവണനെ കൊണ്ടുപോയത്. ശരവണനും ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ആദ്യം വിളിക്കുന്നത് സുകുമാരന്റെ കേസാണ്. സുകുമാരന്റെ കേസിന് ശരവണൻ മുന്നോട്ട് വരുന്ന സമയത്ത് അതേസമയം വേറെ 3 പെറ്റീഷൻ കൂടി സുകുമാരന്റെ കേസിനായിട്ട് വന്നിട്ടുണ്ട്. 3 വക്കീലും അവിടേക്ക് വരികയാണ്. അതിലൊരാൾ ശരവണനെ സഹായിച്ച അതേ ചേച്ചി തന്നെയാണ്. ഞാനാണ് സുകുമാരന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നതെന്ന് ഓരോരുത്തരായും പറയുവാനായും തുടങ്ങി. അത് കാണുന്ന ജഡ്ജിക്ക് വല്ലാതെ കൺഫ്യൂഷൻ ആകുന്നു. ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ സുകുമാരന് വേണ്ടിയിട്ട് ബാധിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നുള്ള കാര്യം ജഡ്ജി പറഞ്ഞിട്ട് അടുത്ത മാസത്തേക്ക് കേസ് മാറ്റിവെക്കുകയാണ്. ശരവണന് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. കാരണം നല്ലവരാണെന്ന് കരുതിയിരുന്നവർ പിന്നീടൊരു ശകുനിയായി മാറുന്നത് ശരവണന് മനസ്സിലായില്ലോ. അതേസമയം പകച്ചു നിൽക്കുകയായിരുന്ന ശരവണനടുത്തേക്ക് പ്രീതി എത്തുന്നു. ഇവർ 3 പേരും ഇങ്ങനെ തന്നെയാണ്. പുതുതായിട്ടൊരു വക്കീൽ കോർട്ടിലേക്ക് എത്തിയാൽ അവരിങ്ങനെ റാഗ് ചെയ്യും. അതവരുടെ പതിവാണെന്ന് പറഞ്ഞ് തന്റെ ക്യാബിനിലേക്ക് ശരവണനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രീതി. അവിടെ ആ ഒരു 3 വക്കീലന്മാരുമുണ്ട്.
അവർക്കടുത്തേക്ക് എത്തിയ ശരവണൻ നിങ്ങൾ നിങ്ങളുടെ കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെടുന്നു. എന്നാൽ അവർ മൂന്നുപേരും അത് കേൾക്കുവാനായി കൂട്ടാക്കുന്നതേയില്ല. പക്ഷേ ദേഷ്യം വന്ന ശരവണനാണെങ്കിലോ തന്റെ കൈകൊണ്ട് ആ ഒരു ഡെസ്കിൽ ഉറക്കിയിടിക്കുന്നു. അപ്പോഴേക്കും സാധനങ്ങളെല്ലാം ഉയർന്നു പൊങ്ങുകയും ടൈം സ്റ്റോപ്പ് ആവുകയും ചെയ്തു. അതേസമയം പ്രീതിയും സ്റ്റക്കായി നിൽക്കുകയാണല്ലോ. പ്രീതിക്കടുത്തെത്തിയ ശരവണനാണെങ്കിലോ പ്രീതിയെ മാത്രം മൂവ് ചെയ്യിക്കുകയാണ്. പ്രീതിക്ക് വന്നിരിക്കുന്നത് കറുപ്പുസ്വാമിയാണെന്നുള്ള കാര്യം മനസ്സിലായി. പ്രീതിയാണെങ്കിലോ ശരവണനെ നോക്കി തൊഴുവുകയും ചെയ്യുകയാണ്. ഇവരുടെ പെറ്റീഷനെല്ലാം വലിച്ചു കീറി കളയുവാനായിട്ട് ശരവണൻ പ്രീതിയോട് പറയുന്നു. പ്രീതി അത് കൃത്യമായി ചെയ്യും. എന്നാൽ ഇതെല്ലാം ജനൽ വഴി ബേബി കണ്ണൻ കാണുന്നുണ്ട്. പുറത്തേക്ക് വന്ന ശരവണനോട് ബേബി കണ്ണൻ പറയുന്നത് നേരായ വഴിയിലൂടെ വേണം സ്വർണം വാങ്ങിക്കൊടുക്കാനായിട്ട്, അല്ലാതെ നിങ്ങളുടെ പവർ കാണിക്കരുത്. പവർ കാണിച്ച് ഒന്നും ചെയ്യില്ല എന്ന് സത്യം ചെയ്യുവാനായിട്ടും ബേബി കണ്ണൻ പറയുന്നു. ബേബി കണ്ണൻ ശരവണനെ കൊണ്ട് നിർബന്ധിച്ച് സത്യം ചെയ്യിച്ചിട്ടാണ് പോകുന്നത്. അതോടുകൂടി ഇനി തന്റെ പവർ യൂസ് ചെയ്യില്ല എന്നും ശരവണൻ തീരുമാനിക്കും. അതേസമയം കൺമണി എന്ന സ്ത്രീയെ കാണിക്കുകയാണ്. ഈ കൺമണി മുഖ്യമന്ത്രിയുടെ PA ആണ്. മുഖ്യമന്ത്രി തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന കേസുമായിട്ടാണ് കൺമണി എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്നത് ബേബി കണ്ണൻ. എന്നാൽ കൺമണിക്ക് വേണ്ടിയിട്ട് വക്കീൽ ഹാജരായിട്ടില്ല. കൺമണിയുടെ കേസ് എടുത്തിരിക്കുന്നത് ബേബി കണ്ണന്റെ കൂട്ടാളി തന്നെയാണ്. അതുകൊണ്ടാണ് കോടതിയിൽ ഹാജരാകാത്തതും. കൺമണി തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം കോടതിയിൽ തുറന്നു പറയുകയാണ്. എന്നാൽ ബേബി കണ്ണൻ ചെയ്യുന്നത് കൺമണി മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് കോടതിയിൽ കേൾപ്പിക്കുന്നു. അതിൽ കൃത്യമായിട്ട് കൺമണിന്റെ ശബ്ദം തന്നെയാണ് ഉണ്ടായിരുന്നത്. മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് എന്റെ ശബ്ദമാണ്, പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് കൺമണി പറയുന്നു. വെച്ച് ഈ ബേബി കണ്ണൻ തയ്യാറാക്കിയ വോയിസ് നോട്ടായിരുന്നു അത്. കൺമണി എത്ര തന്നെ ഇത് താനല്ല എന്ന് പറഞ്ഞിട്ടും കോടതി വിശ്വസിച്ചതേയില്ല. അതോടെ കോടതി മുഖ്യമന്ത്രി തെറ്റുകാരനല്ല എന്ന് പറഞ്ഞ് കേസ് റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടെ ആകെ തകർന്നു പോവുകയാണ് കൺമണി. ബേബി കണ്ണന്റെ കൂട്ടാളിയാണ് തനിക്ക് വേണ്ടിയിട്ട് വാദിക്കുവാനായി വരുന്ന വക്കീലെന്നും അതുകൊണ്ടാണ് കോടതിയിൽ ഹാജരാകാത്തതെന്നും കൺമണിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബേബി കണ്ണനടുത്ത് മറ്റൊരു വക്കീലുമായി എത്തുകയാണ് കൺമണി. തന്റെ കേസ് ഫയൽ തനിക്ക് തരണമെന്നും തനിക്ക് വേണ്ടിയിട്ട് ഈ വക്കീലാണ് ഇനി വാദിക്കാൻ പോകുന്നതെന്നും കൺമണി പറയുമ്പോഴോ ബേബി കണ്ണനാണെങ്കിലോ തന്റെ കൂട്ടാളികളെ വെച്ച് ആ വക്കീലിന്റെ കാർ അങ്ങ് തകർത്ത് കളയുന്നു. അതോടുകൂടി ബേബി കണ്ണനും ടീമും ആരാണെന്നുള്ളത് ആ വന്ന വക്കീലിന് മനസ്സിലായി. ഇനി അവരോട് കൂടി പോരാടി നിന്നിട്ട് കാര്യമില്ല, തന്റെ ഫാമിലിയെ വരെ കൊന്നുകളയുമെന്ന് ബേബി കണ്ണൻ വെല്ലുവിളിച്ചത് കൊണ്ട് തന്നെ വക്കീൽ ഈ ഒരു കേസിൽ നിന്നും പിന്മാറുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന കൺമണി എന്റെ കേസ് ഫയലിംഗ് താ, ഞാൻ വേറെ ഏതെങ്കിലും വക്കീലിനെ വെച്ച് കേസ് നടത്തിക്കോളാമെന്നും കൺമണി പറയുന്നു. അത് കേൾക്കുന്ന ബേബി കണ്ണൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കർച്ചീഫ് പുറത്തേക്ക് എടുത്തിട്ട് ആ ഒരു കേസ് ഫയലിൽ വെച്ച് കെട്ടും. എന്നിട്ട് അത് താഴേക്ക് ഇടുകയാണ്. ദേ ഇവിടെ നോക്കൂ, ഒരുപാട് വക്കീലന്മാർ കൂടി നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരാള് വന്ന് ഈ ഒരു കേസ് ഫയൽ എടുക്കുകയാണെങ്കിൽ നീ കേസ് വാദിപ്പിച്ചോ എന്നുള്ള കാര്യം കൺമണിയോട് പറയുന്നു. അതേസമയം ഒരു വക്കീലന്മാർ പോലും ആ ഒരു കേസ് ഫയൽ എടുക്കുവാനായിട്ട് തയ്യാറാകുന്നതേയില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ബേബി കണ്ണന്റെ പവർ. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കറുപ്പുസ്വാമി, അതായത് വക്കീലായി എത്തിയിരിക്കുന്ന ശരവണൻ. പ്രീതി ശരവണനോട് പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെയാ, ബേബി കണ്ണൻ പറയുന്നതിനപ്പുറം ഒരു കാര്യവും പോകില്ല. അയാൾ ആ ഒരു കർച്ചീഫ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ ആ ഒരു കേസ് ഫയൽ എടുക്കില്ല എന്നുള്ള കാര്യവും പ്രീതി പറയുന്നു. നീതി വാങ്ങി കൊടുക്കുവാനായിട്ട് ഇറങ്ങുകയാണ് കറുപ്പുസ്വാമി, അതായത് ശരവണൻ നേരെ എത്തിയിരിക്കുന്നത് സുകുമാരനും മകളായ ബിനുവിനും അടുത്താണ്. അടുത്ത ഹിയറിംഗിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഗോൾഡ് വാങ്ങി തരാമെന്നും ശരവണൻ പറയുന്നു. എന്നാൽ ബിനുവിന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടമായിരുന്നു. ബിനു പറയുന്നത് ഏകദേശം 3-3.5 ലക്ഷം രൂപയ്ക്ക് അവർ ഞങ്ങളെ കൊണ്ട് ആഹാരം കഴിച്ചു. അവർ പറയുന്ന കാശെല്ലാം ഞങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. എനിക്കൊരു പ്രതീക്ഷയുമില്ല ആ ഒരു സ്വർണം കിട്ടുമെന്ന് വളരെ ഇമോഷണലായി ബിനു പറയുന്നുണ്ട്. ബിനു പറയുന്നതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് ശരവണൻ. ഉറപ്പായും ശരവണൻ നിങ്ങൾക്ക് നീതി വാങ്ങി തരുമെന്നും പ്രീതി പറയുന്നു. പക്ഷേ അപ്പോഴേക്കും ബിനുവിന്റെയൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അടുത്ത ഹിയറിംഗ് നടക്കുന്ന സമയം അവിടേക്ക് എത്തുന്ന ശരവണനാണെങ്കിലോ എല്ലാ ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്തു. മാത്രമല്ല പോലീസുകാരും എത്തിയിട്ടുണ്ട്. എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. സുകുമാരന്റെ 45 പവൻ സ്വർണം തിരികെ കൊടുക്കണം, ദാറ്റ്സ് ഓൾ എന്ന് ശരവണൻ പറയുന്നു. അത് കേൾക്കുന്നതും ജഡ്ജിക്ക് വല്ലാതെ ദേഷ്യം വരും. ഇതാണോ കോർട്ട് മര്യാദ, ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ശരവണനെ വഴക്ക് പറയുന്നു. മാത്രമല്ല ശരവണൻ മാപ്പ് പറഞ്ഞാൽ മാത്രമേ സ്വർണം തിരികെ കൊടുക്കൂ എന്ന് തന്നെ ജഡ്ജി പറയുകയാണ്. അത് കേൾക്കുന്ന ശരവണനാണെങ്കിലോ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മാത്രമല്ല മാപ്പ് പറഞ്ഞാൽ മാത്രമല്ലേ ഗോൾഡ് തിരികെ കിട്ടൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശരവണൻ മാപ്പ് പറയുവാനും തയ്യാറാവുകയാണ്. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വെച്ച് ശരവണൻ മാപ്പും പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു ജഡ്ജിക്ക് വീണ്ടും തന്റെ ഈഗോയെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞത്.
കഴിഞ്ഞില്ല. ജഡ്ജി പറയുന്നത് ഈ സ്വർണം ആരെങ്കിലും മോഷ്ടിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയെ വന്നതാണോ എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ്, ആ ഡോക്യുമെന്റ്സ്, ഈ ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നു. അതെല്ലാം കൊണ്ടുവന്നാൽ മാത്രമേ ഗോൾഡ് തരൂ എന്നായി. കൂടാതെ അവിടെ നിൽക്കുകയായിരുന്ന ബിനുവിനെയും കുറിച്ച് പറയുകയാണ്. ബിനുവാണെങ്കിലോ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സാണ് ഇട്ടിരുന്നത്. ഇതാണോ കോർട്ടിലേക്ക് ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സിന്റെ രീതി എന്നൊക്കെ പറഞ്ഞ് ബിനുവിനെയും കുറ്റം പറയുന്നു. അവളുടെ ഡ്രസ്സിങ് ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ജഡ്ജി സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന ബിനുവിന് വല്ലാതെ ദേഷ്യം വരുന്നു. സാറിന് ഞാനിട്ട ഡ്രസ്സാണോ പ്രശ്നം? ഞങ്ങളുടെ സ്വർണം പിടിച്ചു വെച്ചിട്ട് എത്ര നാളായി? അത് ഞങ്ങൾക്ക് തിരികെ തരാതിരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന മട്ടിൽ ജഡ്ജിയോട് ബിനു ചൂടാകുന്നു. അത് കേൾക്കുന്ന ജഡ്ജിക്ക് വല്ലാതെ ദേഷ്യം വരികയും ബിനുവിനെ വഴക്ക് പറയുകയും ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ബിനു ജയിലിൽ കിടക്കണമെന്നും ജഡ്ജി പറയുന്നു. അങ്ങനെ ആ കോടതിയിൽ തന്നെയുള്ള ഒരു മുറിയിൽ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യുകയാണ് ബിനുവിനെ. അന്നൊരു ദിവസം ഫുൾ അവൾ അവിടെ കിടക്കുന്നു. ആഹാരമൊന്നും കഴിക്കാനേ അവൾക്ക് പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ കഴിയാതെ കറുപ്പുസ്വാമിയും പുറത്തു നിൽക്കുകയാണ്. അതേ സമയം തന്നെയായിരുന്നു ബിനു ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നത്. ബിനുവിനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എത്തിക്കും. ബിനുവിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഉടനടി സർജറി നടത്തണമെന്നും ഡോക്ടർ ആവശ്യപ്പെടും. ഉടനെ തന്നെ ശരവണനും പ്രീതിയും ചേർന്ന് ജഡ്ജിയെ പോയി കാണുവാനായി ശ്രമിക്കും. എന്നാൽ ജഡ്ജിയാണെങ്കിലോ അവരോട് സംസാരിക്കുവാനൊന്നും കൂട്ടാക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ജഡ്ജി പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി അടുത്ത ദിവസം കോടതിയിലേക്കും എത്തുന്നു. ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ സ്വർണം കൊടുക്കുവാനായിട്ടും ജഡ്ജി തീരുമാനിക്കും. അങ്ങനെ സുകുമാരനെ വിളിച്ച് സുകുമാരന്റെ 45 പവൻ സ്വർണമാണെങ്കിലോ ജഡ്ജി വിട്ടുകൊടുക്കുകയാണ്. സ്വർണവും വാങ്ങിക്കൊണ്ട് തിരികെ ഇറങ്ങുന്ന സമയത്താണ് ഒരു കോള് വരുന്നത്. കോളെടുക്കുന്ന സമയത്ത് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് സുകുമാരൻ അറിഞ്ഞത്. ബിനു മരണപ്പെട്ടു പോയി. അതോടുകൂടി ഹൃദയം തകരുന്ന വേദനയിലാണ് സുകുമാരൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. പുറത്തേക്ക് വരുന്ന സുകുമാരനോട് ആ സുകുമാര കേസൊക്കെ ജയിച്ചല്ലോ എന്ന് മറ്റൊരു വക്കീൽ വന്ന് ചോദിക്കുമ്പോഴോ ദേഷ്യം വന്ന സുകുമാരനാണെങ്കിലോ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിൽ നിന്നും കുറെ സ്വർണമെടുത്ത് അയാളുടെ ദേഹത്തേക്ക് എറിയുന്നു. ദേ നീയൊക്കെ കൊണ്ടുപോയി തിന്നെന്ന് പറഞ്ഞാണ് സുകുമാരൻ കരയുന്നത്. അതിനുശേഷം താഴേക്കിറങ്ങി വന്ന സുകുമാരൻ കറുപ്പുസ്വാമിക്ക് അടുത്തേക്ക് എത്തുന്നു. ഇനി ഞാൻ ഈ ഒരു സ്വർണം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? എന്റെ മോള് ചത്തുപോയി. ഇനി ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ ഈ ഒരു സ്വർണം കൊണ്ടുപോകേണ്ടെന്ന് പറഞ്ഞ് കറുപ്പുസ്വാമിക്ക് അടുത്ത് നിന്ന് കരയുന്നു. വക്കീൽ ഫീസ് തരാനായിട്ട് എനിക്ക് GPay ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം കറുപ്പുസ്വാമിയെ ഏൽപ്പിച്ചിട്ട് സുകുമാരൻ നടന്നു പോകുന്നു. അതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കറുപ്പുസ്വാമി. അതേസമയം കറുപ്പുസ്വാമിക്ക് അടുത്തേക്ക് എത്തുകയാണ് ബേബി കണ്ണൻ. ബേബി കണ്ണൻ പറയുന്നത് നേരായ വഴിയിൽ കൂടി സ്വർണം വാങ്ങി കൊടുക്കാനായിട്ട് നടന്നിട്ട് ഇപ്പോൾ എന്തായി? ആ പെൺകുട്ടി മരണപ്പെട്ടു പോയില്ലേ? ഞാനായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും കൈക്കൂലിയെങ്കിലും കൊടുത്ത് എത്രയും വേഗം സ്വർണം വാങ്ങി കൊടുത്തേനെ. നിങ്ങളിങ്ങനെ നേരായ വഴിയിലൂടെ നടന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണം നിങ്ങൾ തന്നെയാണെന്ന് ബേബി കണ്ണൻ കറുപ്പുസ്വാമിയോട് പറഞ്ഞിട്ട് പോകുന്നു. അതെല്ലാം കേട്ട് കറുപ്പുസ്വാമി ആകെ തകർന്നു പോയ അവസ്ഥയിലാണ്. താൻ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളൊരു കുറ്റബോധവും. അതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒരുപാട് വക്കീലന്മാരും ഉണ്ടായിരുന്നു. അതേ സമയം തന്നെയായിരുന്നു കൺമണി എന്നൊരു സ്ത്രീയില്ലേ, അവരാണെങ്കിൽ ബേബി കണ്ണന്റെ ആ ഒരു കൂട്ടാളികളായ വക്കീലിന്റെ അടുത്തേക്ക് എത്തുന്നത്. എന്നിട്ട് തന്റെ ഫയൽ ആവശ്യപ്പെടുന്നു. എന്റെ ഫയലിങ് തിരിച്ചതാ എന്നുള്ള കാര്യം അവൾ കെഞ്ചി ചോദിക്കുമ്പോഴും അവർ കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നതേയില്ല. ഉടനെ തന്നെ അവരാണെങ്കിലോ ആ ഒരു കർച്ചീഫ് കെട്ടിയ ഫയൽ താഴേക്കിടുന്നു. എന്നിട്ട് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഈ ഫയൽ എടുക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മാറി തരാമെന്നും പറയും. ആരും തന്നെ ഫയൽ എടുക്കുവാനായി കൂട്ടാക്കുന്നതേയില്ല. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കൺമണി. അതാണെങ്കിലോ അവിടെ ഇരിക്കുന്ന ശരവണൻ വക്കീൽ കാണുന്നു, അതായത് നമ്മുടെ കറുപ്പുസ്വാമി. ഉടനെ തന്നെ കറുപ്പുസ്വാമി അവിടേക്കെത്തി ആ ഒരു ഫയൽ കൈ കൊണ്ടെടുക്കുന്നു. എന്നാൽ ഇത് കാണുന്ന ബേബി കണ്ണന്റെ കൂട്ടാളികൾക്ക് വല്ലാതെ ദേഷ്യം വരും. ബേബി കണ്ണന്റെ കൂട്ടാളികളാണെങ്കിൽ കറുപ്പുസ്വാമിയെ തല്ലുവാനായി പോകുന്നു. പിന്നീട് അവിടെ നടന്നത് ഒരു വലിയ ഫൈറ്റ് ആയിരുന്നു. കറുപ്പുസ്വാമിയാണെങ്കിലോ തന്റെ പവറൊക്കെ ഉപയോഗിച്ച് വലിയ ഫൈറ്റ് തന്നെ നടത്തും. എല്ലാവരും പേടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മുളക് പൊടി കൊണ്ട് കറുപ്പുസ്വാമിയുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് അടിക്കുവാനായി നോക്കി. പക്ഷേ എല്ലാ ഭക്തരും വന്നിട്ട് മുളകരച്ച് മുഖത്ത് തേക്കുന്ന കറുപ്പുസ്വാമിക്ക് ഈ മുളക് പൊടി എന്താകാനാ? കറുപ്പുസ്വാമി അവരെ എല്ലാവരെയും അടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കൺമണിക്കടുത്തെത്തിയ കറുപ്പുസ്വാമി അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുതൽ ഈ കേസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നും കറുപ്പുസ്വാമി പറയുന്നു. അങ്ങനെ കറുപ്പുസ്വാമിയാണെങ്കിലോ കൺമണിയുടെ കേസ് ഏറ്റെടുത്തല്ലോ. ആ ഒരു കേസ് വാദിക്കുവാനായി എത്തുന്നത് പ്രീതിയായിരുന്നു. പ്രീതിക്കാണ് ആ ഒരു കേസ് കറുപ്പുസ്വാമി കൈമാറിയിരിക്കുന്നത്. അങ്ങനെ കൺമണിയുടെ കേസ് കോടതിയിലേക്ക് എത്തുകയാണ്. കൺമണിയുടെ ഭാഗത്തുള്ള ശരികളെല്ലാം പ്രീതി വാദിക്കുന്നു. പക്ഷേ ബേബി കണ്ണനാണെങ്കിലോ എല്ലാ കുറ്റവും കൺമണിക്ക് മേലാണ് ഇട്ട് കൊടുക്കുന്നത്. അതേസമയം കോടതിയിൽ ചില
കാര്യങ്ങൾ സംഭവിക്കുകയാണ്. പണി കൊടുക്കുന്നത് കറുപ്പുസ്വാമിയും. കോടതിയിൽ ആരും തന്നെ നുണ പറയാൻ പാടില്ല എന്നുള്ള കാര്യം പ്രീതി മുൻപ് കറുപ്പുസ്വാമിയോട് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം ഇപ്പോൾ കറുപ്പുസ്വാമി സാധിച്ചു കൊടുക്കുകയാണ്. ബേബി കണ്ണൻ ഓരോ തവണയും നുണ പറയുമ്പോൾ ബേബി കണ്ണന്റെ വായ് എന്തോ പോലെ തോന്നുകയും ആ പറഞ്ഞ നുണയുടെ സത്യം വിളിച്ചു പറയുകയാണ്. കൺമണിയെ റേപ്പ് ചെയ്തത് മന്ത്രി തന്നെയാണ്. മാത്രവുമല്ല, അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അയാൾ എനിക്ക് കൈക്കൂലിയും തന്നിട്ടുണ്ട്. മാത്രവുമല്ല, ആ ഒരു വോയിസ് റെക്കോർഡ് ഫേക്കാണ്. അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. മാത്രവുമല്ല, ഈ ഒരു മന്ത്രിക്ക് കാലിന് ചെറിയ പ്രശ്നമുണ്ടെന്നും അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നിലയിലേക്ക് കയറുവാൻ കഴിയില്ല എന്നും ബേബി കണ്ണൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ നിലയിൽ വെച്ചാണ് കൺമണിയെ റേപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് അയാൾക്ക് പോകാൻ കഴിയില്ല. കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞതാണെന്നൊക്കെ കള്ളം പറയുകയും അതിനായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അതെല്ലാം ഫേക്കാണെന്നും ഞങ്ങൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണെന്നും ബേബി കണ്ണൻ വിളിച്ചു പറയുന്നു. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നതേയില്ല. പക്ഷെ പ്രീതിക്ക് മനസ്സിലായി അത് കറുപ്പുസ്വാമി കൊടുക്കുന്ന പണിയാണെന്ന്. ബേബി കണ്ണൻ ഓരോന്നിങ്ങനെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ബേബി കണ്ണനെ എത്രയും വേഗം പിടിച്ച് പുറത്താക്കുകയാണ് ജഡ്ജി. അതോടെ കോടതിയിൽ ആരും തന്നെ നുണ പറയാതായി. ഏതെങ്കിലും വക്കീൽ നുണ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ വാക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയും അവർ ആ പറഞ്ഞ നുണയുടെ സത്യം വിളിച്ചു പറയുകയും ചെയ്യുന്നു. അതോടെ ഒരു കേസും അവർക്ക് ഇല്ലാതാവുകയാണ്. ബേബി കണ്ണനാണെങ്കിൽ ജഡ്ജിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ ജഡ്ജിക്കെതിരായിട്ട് അന്വേഷണവും നടക്കുകയാണ്. ജഡ്ജിക്ക് ബേബി കണ്ണനോട് വല്ലാത്ത ദേഷ്യം. അതുകൊണ്ട് തന്നെ ബേബി കണ്ണനെ കൊല്ലണമെന്നും ജഡ്ജി തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കുറച്ചുപേരെ ഏർപ്പാടാക്കുകയാണ്. അത് സ്റ്റോൺ ബ്രദേഴ്സ് ആയിരുന്നു. അങ്ങനെ ബേബി കണ്ണനാണെങ്കിലോ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി വരുന്ന സമയം പെട്ടെന്ന് തന്നെ ഒരു ലോറി വന്ന് ബേബി കണ്ണന്റെ വണ്ടി ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അത് ഈ സ്റ്റോൺ ബ്രദേഴ്സ് ആയിരുന്നു. ജഡ്ജി പറഞ്ഞിട്ട് ബേബി കണ്ണനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ബേബി കണ്ണന്റെ വണ്ടി ഇടിച്ച് തെറിച്ചു വീണിരിക്കുന്നത് അവിടെയുണ്ടായിരുന്ന കറുപ്പുസ്വാമിയുടെ ആർച്ചിനപ്പുറമാണ്. അതേസമയം തന്നെയായിരുന്നു സ്റ്റോൺ ബ്രദേഴ്സ് ബേബി കണ്ണനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വരും. ആ ഒരു ആർച്ച് കഴിയുന്നതും അവരുടെ സ്വഭാവം അങ്ങ് മാറുന്നു. അയ്യോ സാറിനെ ഞങ്ങൾ എന്തിനാ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയായി അവരുടെ മൈൻഡ്. പെട്ടെന്ന് തന്നെ അവർ ആ ഒരു ആർച്ച് കഴിഞ്ഞ് മറ്റേ വശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം വീണ്ടും മാറുന്നു. ദേ ഇവനെ നമുക്ക് കൊല്ലണം, ജഡ്ജി കൊട്ടേഷൻ തന്നതാണ് എന്നൊക്കെ അവർ പറയുന്നു. ആർച്ചിനിപ്പുറം വരുമ്പോൾ വേറൊരു സ്വഭാവം, ആർച്ചിനപ്പുറം വരുമ്പോൾ മറ്റൊരു സ്വഭാവം. ഈ ഒരു കാര്യം ബേബി കണ്ണന് മനസ്സിലായി. ബേബി കണ്ണനാണെങ്കിലോ അതൊന്ന് പരീക്ഷിച്ചു നോക്കും. അപ്പോൾ തന്റെ തോന്നൽ കൃത്യമാണെന്നും ബേബി കണ്ണൻ മനസ്സിലാക്കുന്നു. അപ്പോഴാണ് ബേബി കണ്ണൻ ഒരു കാര്യം ചിന്തിക്കുന്നത്. ഈ കറുപ്പുസ്വാമി എന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമുള്ളതാണ്. ഇത്ര സ്ഥലം മുതൽ, അതായത് ഇത്ര കിലോമീറ്റർ വരെ ഒരു കറുപ്പുസ്വാമിയുടെ അമ്പലത്തിലുള്ള ദൈവമാണ് ആ നാടിനെ രക്ഷിക്കുന്നത്. അത് ഏത് സ്ഥലം എന്നുള്ളത് കൃത്യമായിട്ട് വിഭജിച്ച് ആർച്ചും വെച്ചിരിക്കും. അതിനുശേഷമുള്ളത് അവിടെയുള്ള മറ്റൊരു കറുപ്പുസ്വാമിയുടെ അമ്പലം കാണും. ആ ദൈവമാണ് അത്രയും നാട് രക്ഷിക്കുന്നതും. ആ ഒരു കാര്യം കൃത്യമായിട്ട് ബേബി കണ്ണന് മനസ്സിലായി. അപ്പോൾ ഈ കോടതി ഇരിക്കുന്ന ആ ഒരു സ്ഥലം മാത്രമാണ് കറുപ്പുസ്വാമിയുടെ പരിധിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിനിപ്പുറം വന്ന് എന്ത് സംഭവിച്ചാലും കറുപ്പുസ്വാമിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ബേബി കണ്ണന് മനസ്സിലായി. കോടതിയിലേക്ക് ഇപ്പോൾ അങ്ങനെ കേസും വരുന്നില്ല. അതിനൊക്കെയുള്ള കാരണം കറുപ്പുസ്വാമിയാണെന്നും ബേബി കണ്ണന് മനസ്സിലാകുന്നു. കറുപ്പുസ്വാമിയുടെ സംരക്ഷണമുള്ള സ്ഥലങ്ങളിൽ ഇനി ഒരു തരത്തിലുള്ള പ്രശ്നവും നടക്കാൻ പാടില്ല. ആരും കൊള്ളയും കൊലയും ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് കറുപ്പുസ്വാമി തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയിലുള്ളവർ ഈച്ച അടിച്ചിരിക്കുന്നതും. അതെല്ലാം മനസ്സിലാക്കിയ ബേബി കണ്ണൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് ജഡ്ജിയെ കാണിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ മറ്റൊരാളുണ്ട്, ഞാൻ തെളിയിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബേബി കണ്ണൻ അടുത്ത ദിവസം തന്നെ ജഡ്ജിയും കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ആരും അറിയാതെ കാറിൽ വെയിറ്റ് ചെയ്യുകയാണ്. അതേസമയം സ്റ്റോൺ ബ്രദേഴ്സിനെയും ഏർപ്പാടാക്കും. എന്നിട്ട് പ്രീതി കാറിൽ വരുന്ന സമയത്ത് പ്രീതിയുടെ കാറിൽ കറുപ്പുസ്വാമി ഉണ്ടെന്നുള്ള കാര്യം ബേബി കണ്ണൻ അറിയാം. അവരെ ഫോളോ ചെയ്യണമെന്നുള്ള കാര്യം സ്റ്റോൺ ബ്രദേഴ്സിനോട് പറഞ്ഞു. അങ്ങനെ പ്രീതിയും കറുപ്പുസ്വാമിയും കാറിൽ വരുന്ന സമയം സ്റ്റോൺ ബ്രദേഴ്സ് അവരെ ഫോളോ ചെയ്യുകയാണ്. ഇതെല്ലാം ക്യാമറ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് ബേബി കണ്ണനും ജഡ്ജിയും. എന്നാൽ അതേസമയം പ്രീതിയാണെങ്കിലോ കാർ ഇവിടെ സ്റ്റോപ്പാക്കിയിട്ട് ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്ന് വെല്ലുവിളിക്കുന്നു. അപ്പോഴാണ് കാറിലിരുന്ന കറുപ്പുസ്വാമി, എനിക്കിവിടെ ശക്തിയില്ല, എന്റെ സ്ഥലം എത്തിയാൽ മാത്രമേ എനിക്ക് ശക്തി കിട്ടൂ. ദേ ആ ഒരു ബോർഡർ കണ്ടില്ലേ, അത് കഴിയണം എനിക്ക് ശക്തി വരാനെന്ന് കറുപ്പുസ്വാമി പറയുന്നു. അങ്ങനെ കറുപ്പുസ്വാമി പ്രീതിയോട് പറഞ്ഞതുകൊണ്ട് തന്നെ പേടിച്ചു പോയ പ്രീതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാറെടുത്ത് ആ ഒരു ബോർഡർ കടക്കുവാനായും ശ്രമിക്കും. അതേസമയം തന്നെയായിരുന്നു ആ ഒരു ബോർഡർ കടക്കാൻ സമ്മതിക്കരുതെന്ന് ബേബി കണ്ണൻ പറയുന്നത്. എത്ര തന്നെ നോക്കിയിട്ടും കഷ്ടപ്പെട്ട് പ്രീതിയാണെങ്കിലോ ആ ഒരു ബോർഡർ കടക്കുകയാണ്. അതേസമയം ബോർഡർ കടന്നതും ശക്തി വന്ന കറുപ്പുസ്വാമി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. തന്റെ കയ്യിൽ പെട്ടെന്ന് തന്നെ വലിയൊരു വാള് വരികയാണ്.
അത് വെച്ച് മുന്നോട്ടോടിയ കറുപ്പുസ്വാമി ബേബി കണ്ണൻ ഏർപ്പാടാക്കിയ സ്റ്റോൺ ബ്രദേഴ്സ് വരുന്ന വണ്ടി രണ്ടായിട്ട് കീറി മുറിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കാറിലിരുന്ന് ജഡ്ജിയും ബേബി കണ്ണനും കാണുന്നുണ്ട്. അതോടുകൂടി ജഡ്ജി പേടിച്ചു പോവുകയാണ്. എനിക്ക് പറ്റില്ല ദൈവത്തിനോട് പോരാടാൻ. ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്തായാലും ഞാൻ ഒന്നിനും തയ്യാറല്ല. ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി വേറെ ഏതെങ്കിലും കോടതിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വല്ലാതെ നിന്ന് വിറയ്ക്കുകയാണ് ജഡ്ജി. ബേബി കണ്ണൻ എത്ര തന്നെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് നോക്കിയിട്ടും ജഡ്ജി കേൾക്കുന്നതേയില്ല. താൻ ഇവിടെ നിന്ന് പോകുമെന്ന് തന്നെ ജഡ്ജി പറയുന്നു. എന്നാൽ ബേബി കണ്ണൻ പറയുന്നത് ആരും എങ്ങും പോകണ്ട, നമുക്കിവിടെയുള്ള കോടതി മറ്റൊരു നാട്ടിലേക്ക് മാറ്റിയാലോ, അതായത് കറുപ്പുസ്വാമിയുടെ കൺട്രോൾ ഇല്ലാത്ത നാട്ടിലേക്ക് മാറ്റാലോ എന്ന് ബേബി കണ്ണൻ പറയുന്നു. എന്നാൽ ജഡ്ജി പറയുന്നത് അതിങ്ങനെ നടക്കാനാ, കോടതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ കോടതി മാറ്റം ചെയ്യുവാനായി കഴിയൂ എന്നുള്ള കാര്യം ജഡ്ജി പറയുന്നു. മാത്രമല്ല ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിരിക്കുന്ന കോടതി ഇതുവരെ ഒന്ന് റിനോവേഷൻ ചെയ്യാൻ പോലും സർക്കാർ ശ്രമിച്ചിട്ടില്ല. പിന്നെയാണ് പുതിയ കോടതി ഉണ്ടാകാൻ പോകുന്നതെന്നും ജഡ്ജി പറയുന്നു. അടുത്ത ദിവസം ബേബി കണ്ണൻ തന്റെ കൂട്ടാളികളെ എല്ലാവരെയും കോടതിയിലേക്ക് വിളിച്ചു ചേർക്കുകയാണ്. അവിടുത്തെ ഒരു സ്റ്റെപ്പാണെങ്കിലോ ഒരുപാട് പേർ ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ മാത്രമാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബേബി കണ്ണനാണെങ്കിൽ തന്റെ കൂട്ടാളികളെ ഒരുമിച്ച് ആ ഒരു സ്റ്റെപ്പ് കയറ്റുകയാണ്. അതോടെ സ്റ്റെപ്പ് ഇടിഞ്ഞു വീഴുന്നു. മാത്രവുമല്ല അവിടുത്തെ വയറിന്റെ കണക്ഷനൊന്നും അത്ര കൃത്യമല്ല. എന്നാൽ ബേബി കണ്ണനാണെങ്കിലോ ആളിനെ വെച്ച് അതെല്ലാം നശിപ്പിക്കുന്നു. മാത്രവുമല്ല അവിടെയുണ്ടായിരുന്ന ചുമരെല്ലാം ഇടിഞ്ഞു വീഴുകയാണ്. അതെല്ലാം ചെയ്യിക്കുന്നത് ബേബി കണ്ണനാണ്. അതേസമയം ജഡ്ജി ഇരുന്ന റൂമിലുണ്ടായിരുന്ന ആ ഒരു ഭിത്തി ഇടിഞ്ഞു വീണ് ജഡ്ജി മരണപ്പെടുന്നു. സത്യത്തിൽ ജഡ്ജിയെ കൊന്നത് ബേബി കണ്ണനാണ്. തലേ ദിവസം ജഡ്ജിയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ജഡ്ജി ഒന്നിനും സമ്മതിക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ബേബി കണ്ണനാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ജഡ്ജിയെ കുത്തി കൊലപ്പെടുത്തിയിട്ടാണ് നേരെ കോടതിയിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാണ് മരണപ്പെട്ടതെന്ന് വരുത്തി തീർക്കുന്നു. ജഡ്ജി കൂടി മരണപ്പെട്ടതോടുകൂടി കോടതി മാറ്റുവാനായിട്ടും തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ അടുത്ത നാട്ടിലേക്ക് കോടതി മാറ്റുന്നു. അതോടെ ബേബി കണ്ണന് സമാധാനമായി. ഇനി കറുപ്പുസ്വാമിയുടെ ശല്യം ഉണ്ടാകില്ലല്ലോ, അവിടെ കറുപ്പുസ്വാമിയുടെ കൺട്രോൾ ഇല്ലല്ലോ എന്നാണ് ബേബി കണ്ണൻ ചിന്തിക്കുന്നത്. പുതിയ കോടതിയിലേക്ക് പുതിയ ജഡ്ജി എത്തുകയാണ്. ആദ്യമായിട്ട് പരിഗണിക്കുന്നത് കൺമണിയുടെ കേസും. അങ്ങനെ ബേബി കണ്ണൻ തനിക്ക് പറയാനുള്ള ആർഗ്യുമെന്റ്സ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ആക്കി ജഡ്ജിക്ക് കൊടുക്കുന്നു. എന്നിട്ട് അതിൽ പ്രധാന പോയിന്റ് ഇത്രാമത്തെ പേജിലുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പ്രീതിയും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. തനിക്ക് പറയാനുള്ള ആർഗ്യുമെന്റ്സ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് ജഡ്ജിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ തനിക്ക് പറയാനുള്ള പ്രധാന പോയിന്റ് 5ാമത്തെ പേജിലുണ്ടെന്നും പ്രീതിയും പറയുന്നു. 5ാമത്തെ പേജിലേക്ക് എത്തിയ ജഡ്ജിയാണെങ്കിലോ പെട്ടെന്ന് തന്നെ വല്ലാതെ വിയർക്കുവാനായി ആരംഭിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ വെള്ളവും കുടിക്കുകയാണ്. 5ാമത്തെ പേജിലുള്ള കാര്യം കണ്ടതോടുകൂടി ജഡ്ജി വിധി പ്രഖ്യാപിക്കുകയാണ്. കൺമണി അബ്യൂസ് ചെയ്യപ്പെട്ടത് മന്ത്രി കാരണമാണ്. കൺമണിയുടെ ഭാഗത്താണ് ശരിയെന്നും മന്ത്രി കുറ്റക്കാരനാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ 3 വർഷം കഠിന തടവിന് വിധിക്കുകയാണ് ജഡ്ജി. അതോടെ ബേബി കണ്ണന് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. സത്യത്തിൽ ആ ഒരു 5ാമത്തെ പേജിൽ ഒന്നും തന്നെയില്ല. കറുപ്പുസ്വാമിയുടെ അരിവാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടാണ് ജഡ്ജി പേടിച്ചു പോയതും. കൺമണിക്ക് നഷ്ടപരിഹാരമായി 75 ലക്ഷം രൂപ ജഡ്ജി വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നീതി കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു കൺമണിക്ക്. അതേസമയം ബേബി കണ്ണൻ ആകെ ടെൻഷൻ. തന്റെ സാമ്രാജ്യം മുഴുവൻ തകർന്നു വീഴുകയാണല്ലോ എന്ന ചിന്തയായിരുന്നു ബേബി കണ്ണന്. അതേസമയം ബേബി കണ്ണനടുത്തേക്ക് കറുപ്പുസ്വാമി വരുന്നു. നീ എന്താ കരുതിയിരുന്നത്, അവിടെ മാത്രമേ എനിക്ക് കൺട്രോൾ ഉള്ളെന്നല്ലേ? എന്നാൽ നീ നോക്കെന്ന് കറുപ്പുസ്വാമി പറയുമ്പോഴോ പുതിയ കോടതിയിലും കറുപ്പുസ്വാമിയുടെ അതേ ശില തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബേബി കണ്ണനാണെങ്കിലോ കോടതി പരിസരത്തുള്ള ആ ഒരു കറുപ്പുസ്വാമിയുടെ അമ്പലം ഇടിച്ചു പൊളിച്ച് കളയുവാനായും തീരുമാനിച്ച് തന്റെ കുറച്ച് കൂട്ടാളികളെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. കോടതിയിലുള്ള കുറച്ച് ഹെൽപ്പർമാരും കുറച്ച് വക്കീലന്മാരും കൂടെയുണ്ട്. അവരവിടേക്ക് എത്തുന്ന സമയത്ത് കറുപ്പുസ്വാമിയുടെ ശിലയ്ക്ക് മുന്നിലായിട്ട് ശരവണൻ കിടക്കുന്നത് കാണുന്നു. ഇതാ വക്കീൽ ശരവണനല്ലേ, ഇവൻ എന്തിനാ ഇവിടെ കിടക്കുന്നതെന്നൊക്കെ വക്കീലന്മാർ ചോദിക്കുന്ന സമയത്ത് ശരവണൻ ചാടി എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടുത്തെ കളറൊക്കെ അങ്ങ് മാറി ചുവന്ന നിറമാവുകയാണ്. ശരവണന്റെ രൂപമേ അങ്ങ് മാറുന്നു. ശരവണന്റെ കയ്യില് വലിയ വാളൊക്കെ വരികയാണ്. എന്നാൽ അടുത്തടുത്തായിട്ട് വാദ്യമേളങ്ങളുമായിട്ട് കുറച്ചു പേരും എത്തുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നതേയില്ല. പെട്ടെന്ന് തന്നെ കൂടെ ഉണ്ടായിരുന്ന വക്കീലന്മാരെല്ലാം അന്തരീക്ഷത്തിൽ പറക്കുന്നത് പോലെയായി. വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ആ വന്നിരിക്കുന്ന ശരവണൻ കറുപ്പുസ്വാമിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അതോടെ എല്ലാവരും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയ എല്ലാവരും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്
ഇതറിഞ്ഞതോടുകൂടി ബേബി കണ്ണന്റെ കൺട്രോളെ പോയി. എല്ലാത്തിനെയും കൊല്ലണം, ആ ഒരു ജഡ്ജിയെയും കൊല്ലണമെന്നുമൊക്കെ ബേബി കണ്ണൻ തീരുമാനിക്കുന്നു. അങ്ങനെ പുതിയ കോടതിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രീതിയും എല്ലാവരും നിൽക്കുന്ന സമയം പ്രസംഗമൊക്കെ നടക്കുന്നതിനിടയിലേക്ക് ബേബി കണ്ണൻ വരുന്നു. ബേബി കണ്ണന്റെ കയ്യിലാണെങ്കിൽ തോക്കുമുണ്ട്. ബേബി കണ്ണന്റെ കൂട്ടാളികൾ അവിടെ കൂടിയിരിക്കുന്നവരെ എല്ലാവരെയും അടിച്ചു നിരത്തുകയാണ് ചെയ്യുന്നത്. ബേബി കണ്ണൻ നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് ജഡ്ജി ചോദിക്കുമ്പോഴും ബേബി കണ്ണൻ ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത്. ഇതെന്റെ സ്ഥലമാണ്, ഇവിടെ ഞാനാണ് ദൈവം, ഞാനാണ് നീതി നടപ്പാക്കേണ്ടത് എന്നൊക്കെ ബേബി കണ്ണൻ പറഞ്ഞിട്ട് ബേബി കണ്ണൻ ഉടനെ തന്നെ ജഡ്ജിയെ കൊല്ലുവാനായും ശ്രമിക്കുന്നു. അതുപോലെ തന്നെ പ്രീതിയെ ഷൂട്ട് ചെയ്യുവാനായും ശ്രമിക്കുന്നു. അതേസമയം അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വരികയാണ്. അതിലുണ്ടായിരുന്നത് മറ്റാരുമല്ല, നമ്മുടെ സിംഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, അതേ പോലീസായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ കറുപ്പുസ്വാമി. അങ്ങനെ അവിടെ വെച്ച് വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ആ ഒരു ഫൈറ്റിനൊടുവിൽ വന്നവരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു കോടതി പരിസരമാണെങ്കിലോ ചുവന്ന നിറത്തിലേക്ക് മാറുന്നു. അവിടെ നിന്നും ചങ്ങല ശബ്ദങ്ങളൊക്കെ കേൾക്കുകയാണ്. എന്നാൽ നോക്കുമ്പോഴോ സിംഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായി വന്ന ആ ഒരു കറുപ്പുസ്വാമി ഇപ്പോൾ യഥാർത്ഥ ദൈവത്തിന്റെ രൂപത്തിലെത്തിയിരിക്കുകയാണ്. കറുപ്പുസ്വാമിയുടെ വിഗ്രഹത്തിലുള്ള ആ ഒരു രൂപമില്ലേ, അതതുപോലെ തന്നെ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ജനങ്ങളും ഭയഭക്തി ബഹുമാനത്തോടു കൂടി തൊഴുതുകൊണ്ട് നിൽക്കുന്നു. എന്നാലും ബേബി കണ്ണന്റെ അഹങ്കാരം മാറിയില്ല. ബേബി കണ്ണൻ ദൈവമെന്ന് പോലും നോക്കാതെയാണ് പോരാടാൻ നിൽക്കുന്നത്. കറുപ്പുസ്വാമിയാണെങ്കിലോ താണ്ഡവ നൃത്തം തന്നെ ആടുന്നു. അതിനൊടുവിൽ ബേബി കണ്ണന്റെ കൂട്ടാളികളെ എല്ലാവരെയും കൊന്നൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ബേബി കണ്ണനെ തല കീഴായി കെട്ടിത്തൂക്കുന്നു. എന്നിട്ട് ബേബി കണ്ണന്റെ തലയർത്ത് മാറ്റുകയാണ്. തെറ്റ് ചെയ്യുന്നവരെ ഭൂമിയിൽ നിന്ന് തന്നെ കറുപ്പുസ്വാമി തുടച്ചു മാറ്റി. ഇവിടെ നീതി നിഷേധിക്കപ്പെട്ട് പൊട്ടിക്കരയുന്ന ഹൃദയങ്ങൾക്ക് മുന്നിൽ താൻ അവതരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കറുപ്പുസ്വാമി അവിടെ നിന്ന് പോകുന്നത്. അതോടെ സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. എന്നാൽ അവസാന സമയം പാർലമെന്റ് ആണ് കാണിക്കുന്നത്. പാർലമെന്റ് യോഗം നടക്കുന്നു. കോടതിയിൽ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് പോലെ കോടതിയിലുള്ളവരെ പോലെ തന്നെ പെരുമാറുന്ന കുറെ പേരും ഈ രാഷ്ട്രീയക്കാർക്കിടയിലുണ്ട്. അവിടെയും ഒരുപാട് ജനങ്ങൾക്ക് നീതി കിട്ടാതെ വരുന്നല്ലോ, ജനങ്ങളെ ദ്രോഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ പാർലമെന്റ് മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ UKG എന്നൊരാളുമുണ്ട്. അയാളാണെങ്കിലോ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള നീതിയും നൽകത്തേയില്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യവും ചെയ്യില്ല. അങ്ങനെയുള്ളൊരു മന്ത്രിയാണ് ഈ UKG. എന്നാൽ UKGയെ എതിർത്തുകൊണ്ട് മറ്റൊരാൾ അവിടെ എത്തുന്നു. അത് യഥാർത്ഥത്തിൽ നമ്മുടെ കറുപ്പുസ്വാമി തന്നെയാണ്. സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ടുണ്ട് എന്ന ലീഡും നൽകിക്കൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.